നമസ്കാരം. പ്രധാന വാർത്തകൾ. റേഷൻ കാർഡ് മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടാകും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. തിരുവനന്തപുരത്ത് ആദ്യഘട്ട മസ്റ്ററിംഗ് സെപ്റ്റംബർ 18 മുതൽ 24 വരെയും രണ്ടാം ഘട്ടമായി കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെയും മസ്റ്ററിംഗ് നടത്തും. പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ഒക്ടോബർ 3 മുതൽ 8 വരെയും മസ്റ്ററിംഗ് നടത്തും. ജനങ്ങൾക്ക് അസൌകര്യം ഉണ്ടാക്കാത്ത രീതിയിൽ റേഷൻ വിതരണവും മസ്റ്ററിംഗ് നടക്കുമെന്നാണ് മന്ത്രി GR അനിൽ പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അംഗങ്ങളെല്ലാം നേരിട്ടെത്തി ഇ-പോസ് വിരൽ പതിക്കണം. 38 നില കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് വീണ് യുവതി മരിച്ചു. ദുബൈയിൽ ബഹുനില കെട്ടിടത്തിൽ നിന്ന് വീണ യുവതിക്ക് ദാരുണാന്ത്യം. തിങ്കളാഴ്ച രാവിലെ ഷെയ്ഖ് സായിദ് റോഡിലാണ് സംഭവമുണ്ടായത്. യുവതി താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള RTA കാർ പാർക്കിന് സമീപത്ത് നിന്നാണ് മൃതദേഹം രാവിലെ 5 മണിയോടെ കണ്ടെത്തിയത്. 38 നില കെട്ടിടത്തിൽ ബാൽക്കണിയിൽ നിന്നാണ് യുവതി വീണതെന്നാണ് കരുതുന്നത്. യുവതി ഏത് രാജ്യക്കാരിയാണെന്ന് വ്യക്തമായിട്ടില്ല. സംഭവം അറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ പോലീസും പാരാമെഡിക്കൽ സംഘവും വേണ്ട നടപടികൾ സ്വീകരിച്ചു. വഴക്കു പറഞ്ഞതിന് വീട് വിട്ടിറങ്ങി. ചാവക്കാട് നിന്നും കാണാതായ 2 കുട്ടികളെയും കണ്ടെത്തി. തൃശൂർ ചാവക്കാട് നിന്നും കാണാതായ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചാവക്കാട് പോലീസ് ബാംഗ്ലൂരിൽ നിന്നും കണ്ടെത്തി. 13-ാം തീയതിയാണ് ചാവക്കാട് സ്വദേശികളായ 2 കുട്ടികൾ വീട് വിട്ടുപോയത്. വീട്ടുകാർ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് ഇവർ വീട്ടിൽ നിന്നും പോയി. ഉടൻ തന്നെ ഗുരുവായൂർ SCPയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിനിടയിൽ ഇവർ ട്രെയിനിൽ മംഗലാപുരത്ത് എത്തിയതായി വിവരം ലഭിച്ചു. പിന്നീട് ഇവർ അവിടെ നിന്നും പരിചയപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നും ഇവരെ കണ്ടെത്തുകയും പോലീസ് നാട്ടിലെത്തിക്കുകയുമായിരുന്നു. സ്ത്രീധനമായി ബൈക്കും 3 ലക്ഷം രൂപയും നൽകിയില്ല. നവവധുവിനെ അടിച്ചുകൊന്നു. ഭർത്താവിനായി തിരച്ചിൽ. സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ നവവധുവിനെ ഭർത്താവ് തല്ലിക്കൊന്നു. സ്ത്രീധനവുമായി TVS അപ്പാച്ചെ ബൈക്കും 3 ലക്ഷം രൂപയും നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഉത്തർപ്രദേശിലെ അംഹോരയിലെ ബൈക്കേത ഗ്രാമത്തിലാണ് സംഭവം. മീനയാണ് സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ കൊലപ്പെടുത്തിയത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി സുന്ദറിനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞതു മുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട മകളെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു. മലയാള സിനിമയിൽ പുതിയ സംഘടന. നേതൃത്വം നൽകുന്നത് ആഷിഖ് അബുവും സംഘവും. മലയാള സിനിമയിൽ പുതിയ സംഘടന വരുന്നു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത്. സംവിധായകരായ ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, നടി റിമ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിക്രമങ്ങൾക്കെതിരായ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് പുതിയ സംഘടനയുടെ തലപ്പത്തെന്നതും ശ്രദ്ധേയമാണ്. സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ കത്ത് സിനിമാ പ്രവർത്തകർ നൽകി തുടങ്ങി. തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംഘടനയെന്നും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നാണ് വാഗ്ദാനം. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കും. സമത്വം, സഹകരണം, സാമൂഹിക നീതി മൂല്യങ്ങളെ വേരൂന്നി പ്രവർത്തിക്കും. പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ടിറങ്ങണമെന്നും കത്തിലുണ്ട്. അടുത്തിടെ FFKയിൽ നിന്ന് രാജിവെച്ച ആഷിഖ് അബു അടക്കമാണ് പുതിയ സംഘടനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്.